ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആർക്ക് ഓഫ് പ്രൊഫസിയുടെ റെവലേഷൻ സ്റ്റഡി സീരീസിലേക്ക് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ 3 ദിവസമായി വെളിപ്പാട് പ്രവചനം 5-ാം അധ്യായം പഠിക്കുകയാണ്. നമ്മൾ ഇപ്പോഴും ഒരിടം നമ്മൾ എത്തിയിട്ടില്ല. അപ്പോൾ ഇന്നും നാളെയും കൊണ്ട് നമുക്ക് ഈ പഠനം പൂർത്തീകരിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് ഈ പഠനത്തിൽ ഉടനീളം നമ്മൾ ഓരോ വ്യക്തികളെയും നയിക്കുമാറാകട്ടെ. നമുക്ക് ഇന്ന് തീർക്കാൻ സാധിക്കുമെങ്കിൽ ഇന്ന് തീർക്കാം, അല്ലെങ്കിൽ നാളെ കൂടി നമുക്ക് ഇത് എടുക്കേണ്ടി വന്നാൽ ദൈവഹിതപ്രകാരം ഇത് മുന്നോട്ട് പോകട്ടെ. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം, പഠനത്തിലേക്ക് കടക്കാം. സ്വർഗ്ഗത്തിൽ വസിക്കുന്ന അടിയങ്ങളുടെ പാത്രയുടെ പിതാവേ, ഇന്നലെ നമ്മൾ ചിന്തിച്ച, ഇന്നലെ മനസ്സിലാക്കിയ ആ വലിയ സത്യങ്ങളെ അടിയങ്ങളുടെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് തന്നെ അടിയങ്ങൾ ഈ മുന്നോട്ട് പോകാൻ, കഴിഞ്ഞ 3 ദിവസം പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് തന്നെ ഈ പഠനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ, വെളിപ്പാട് പ്രവചനം 5-ാം അധ്യായം കൂടുതൽ മനസ്സിലാക്കുവാനും ദൈവത്തിൻ്റെ ആത്മാവ് അടിയങ്ങളെ എല്ലാവരെയും സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും സർവശക്തനായ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇനി നമ്മൾ തുടങ്ങാൻ പോകുന്നത് നമ്മൾ നേരത്തെ വായിച്ച വാക്യം തന്നെയാണ്. സിംഹാസനത്തിന് മധ്യേയും 24 മൂപ്പന്മാരുടെ മധ്യേയും 4 ജീവികളുടെ മധ്യയുമാണ് നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിനെ കണ്ടത്. അപ്പം ഇന്നലത്തെ എപ്പിസോഡ് നമ്മൾ ചിന്തിച്ച പോലെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മഹാപുരോഹിത വേലയുടെ ആരംഭമാകുന്നു. ഡിസൈർ ഓഫ് ഏജസ്, യുഗങ്ങളുടെ പ്രത്യാശയിൽ ഇപ്രകാരം ഒരു കോട്ടുണ്ട്. ഈ കോട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും വിട്ടുപോകാൻ പാടില്ല. കാരണം ഇതിൽ അത്രത്തോളം സത്യങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് വായിക്കുന്നത്. ഞാൻ അറിയാം ഇഷ്ടം പോലെ കോട്ട്സ് വായിക്കുന്നു, പക്ഷേ ഈ കോട്ട്സ് ഒന്നും എനിക്ക് വായിക്കാതെ പോകാൻ എനിക്ക് സാധിക്കുന്നില്ല. കാരണം അതിൽ ജീവനുണ്ട്, സ്നേഹമുണ്ട്. നമ്മൾ നിത്യജീവനിലേക്ക് കടക്കാൻ, നമ്മുടെ പാപത്തെ ഉപേക്ഷിക്കത്തക്കവണ്ണം ശക്തിയുള്ള ദൈവത്തിൻ്റെ വചനങ്ങളാണ് ഇതൊക്കെ. The voice of God is heard proclaiming that justice is satisfied. ദൈവത്തിന് സ്വരം കേട്ടു. എന്താണ് ആ ദൈവത്തിന്റെ സ്വരം പറഞ്ഞത്? ദൈവത്തിൻ്റെ നീതി കണ്ടു, അല്ലെങ്കിൽ നീതി എന്തായി? നീതിക്ക് അനുസരിച്ചുള്ള പ്രവൃത്തി ഇവിടെ നടന്നു. ദൈവത്തിൻ്റെ ക്രോധം മാറി, ദൈവത്തിൻ്റെ നീതി എന്ത് ചെയ്തു? ഒന്നും കൂടി നിൽക്കാൻ സാധിച്ചു, വിജയിക്കാൻ സാധിച്ചു. സേട്ടൻ ഈസ് വാൻകിഷ്ഡ്. പിശാചിനെ എന്ത് ചെയ്തു? സ്വർഗത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് ഇറക്കി വിട്ടു. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത് എന്താണ്? സാത്താൻ മിന്നലിനെ പോലെ എന്ത് ചെയ്യുന്നു? ഭൂമിയിലേക്ക് വീഴുന്നത് നിങ്ങൾ കാണും. Christ toiling, struggling ones on the earth are accepted in the beloved. ക്രിസ്തുവിലാകുന്നു ഈ ഭൂമിയിൽ കഷ്ടപ്പെടുന്ന ഓരോ വ്യക്തികളെയും ദൈവം സ്വീകരിക്കുന്നു. ബിഫോർ ദി ഹെവൻലി ഏഞ്ചൽസ് ആൻഡ് ദി റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ദി അൺഫോളൻ വേൾഡ് ദേ ആർ ഡിക്ലെയർഡ് ജസ്റ്റിഫൈഡ്. ദൈവത്തിൻ്റെ നീതി, നീതി നിലനിർത്തി, അല്ലെങ്കിൽ നീതി ഇവിടെ സ്ഥാപിക്കപ്പെട്ടു, അല്ലെങ്കിൽ നീതി നിലനിർത്താൻ, നീതി ജയിച്ചു എന്ന് ഞാൻ പറഞ്ഞു. എന്താകുന്നു ഈ നീതി ജയിച്ചു? എൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ, ഏതൊരു എപ്പിസോഡിൽ ഞാൻ പറയുകയുണ്ടായി, വേണമെങ്കിൽ ക്രിസ്തുവിന് കൽപ്പന മാറ്റിയിട്ട് മനുഷ്യരെ രക്ഷിക്കാമായിരുന്നു, അല്ലെങ്കിൽ കൽപ്പന പിടിച്ചുകൊണ്ട് മനുഷ്യരെ നശിപ്പിക്കാമായിരുന്നു. പക്ഷെ ഇത് രണ്ടും ദൈവം ചെയ്തില്ല. ഓർക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത്? ദൈവത്തിന് ജസ്റ്റിസ് ഇസ് സാറ്റിസ്ഫൈഡ്. ദൈവത്തിന് നീതിക്ക് തൃപ്തി വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതെങ്ങനെ സാധിച്ചു? 10 കൽപ്പന അനുസരിച്ച് പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. നമ്മൾ ഇന്ന് ഈ ഭൂമിയിൽ കാണുന്ന 1-ാമത്തെ മരണമല്ല, എന്നേക്കുമായിട്ടുള്ള 2-ാമത്തെ മരണം. ക്രിസ്തു ആ 2-ാമത്തെ മരണം നമ്മൾ ഓരോ വ്യക്തികൾക്കും വേണ്ടി ക്രൂശിൽ അനുഭവിച്ചു. അങ്ങനെയാകുന്നു ദൈവത്തിൻ്റെ നീതിക്ക് തൃപ്തി വന്നു, ദൈവത്തിൻ്റെ നീതി ജയിച്ചത്. അല്ലെങ്കിൽ മനുഷ്യരെ ഇതൊന്നും ചെയ്യാതെ രക്ഷിക്കുകയാണെങ്കിൽ ദൈവത്തിന് നീതി ഇല്ലാതെ പോകുമായിരുന്നു. പിശാച് പറഞ്ഞാൽ ശരിയാവുമായിരുന്നു. നീതിമാന്റെ ദൈവമല്ല അവൻ, അതേപോലെ സ്നേഹവാനുമല്ല എന്ന് പിശാച് പറഞ്ഞു. ബിഫോർ ദി ഹെവൻലി ഏഞ്ചൽസ് and the representatives of the unfallen worlds they are declared justified. Where he is, there his church shall be. Amen. എന്ത് ചെയ്യുന്നു? സ്വർഗീയ ദൂതന്മാരുടെ മുമ്പാകെയും അതേപോലെ വീഴ്ച വഹിക്കാത്ത ലോകത്തിൻ്റെ പ്രതിനിധികളുടെ മുമ്പാകെയും നമ്മൾ മനുഷ്യരാശികളെ ദൈവം നീതിമാന്മാരാകുന്നു എന്ന് ദൈവം പ്രഖ്യാപിക്കും. ആമേൻ. എൻ്റെ പേരും നിങ്ങളുടെ പേരും സ്വർഗത്തിൽ നീതിമാന്മാരാകുന്നു എന്ന് ദൈവം എന്ത് ചെയ്യും? പ്രഖ്യാപിക്കും.
കാരണം വേർ ഹി ഈസ് ഹിസ് ചർച്ച് ഷാൽ ബി. അവൻ എവിടെയാകുന്നു അവിടെ ആയിരിക്കും അവൻ്റെ സഭ. മേഴ്സി ആൻഡ് ട്രൂത്ത് ആർ സംഗീതം 85:10 അനുസരിച്ച് കൃപയും സത്യവും കണ്ടുമുട്ടി, നീതിയും സമാധാനവും പരസ്പരം ചുംബിച്ചു. Mercy and truth are met together. Righteousness and peace have kissed each other. Psalms 85:10. Father Son encircled his Son and word is given. Let all angels of God worship him. പിതാവിൻ്റെ കരം ക്രിസ്തുവിൽ വാരി പുണർന്നിട്ട് അവൻ ഒരു കൽപ്പന കൊടുത്തു, എല്ലാ ദൂതന്മാരും അവനെ ആരാധിക്കണം. അതാണ് എബ്രായ 1:6 നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. ഇവിടെ അവനെ അറുക്കപ്പെട്ട കുഞ്ഞാണ്. അപ്പൊ നമുക്ക് കുഞ്ഞാണ് നമുക്കറിയാം. നമ്മൾ കാണുമ്പോൾ യോഹന്നാൻ 1:29 അനുസരിച്ച് ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന കുഞ്ഞാണ്. അതേപോലെ യോഹന്നാൻ 10:15 അനുസരിച്ചാണെങ്കിൽ അവിടെ ക്രിസ്തു പറയുന്നു, എൻ്റെ ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ നൽകുന്നു. അപ്പോൾ ഇവിടെ ഒന്നുകൂടി നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ, അറുക്കപ്പെട്ട കുഞ്ഞാട് പോലെ, ഇതിന്റെ അർത്ഥം ഒരിക്കലും ക്രിസ്തു മരിച്ച ക്രിസ്തുവിനല്ല അവിടെ കാണുന്നത്. അപ്പോൾ എന്താകുന്നു ഈ അറുക്കപ്പെട്ട കുഞ്ഞാട് പോലെ? ആസ് ഇറ്റ് ഹാഡ് ബീൻ സ്ലേൻ, ഇംഗ്ലീഷ് വേദപുസ്തകം നമ്മൾ വായിക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താകുന്നു? അതിൻ്റെ ആഴം എന്താകുന്നു? ഇപ്രകാരം കുക്ക് എന്ന് പറഞ്ഞ എന്ന വ്യക്തിയുടെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു, This does not mean a dead lamb. ഈ വാക്യം ഒരിക്കലും നമുക്ക് പറഞ്ഞു തരുന്നില്ല മരിച്ച കുഞ്ഞാടാകുന്നു. For Christ is now risen. ക്രിസ്തു ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഉയർത്തെഴുന്നേറ്റു. It means one in whom are the marks of having died. One in whom are the scars of suffering. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് മരിച്ച വ്യക്തിയുടെ അടയാളമുള്ള, അല്ലെങ്കിൽ പാടുകളുള്ള, അല്ലെങ്കിൽ കഷ്ടപ്പാടുകളുടെ, ദുഃഖത്തിന്റെ, വേദനയുടെ അടയാളങ്ങളുള്ള ഒരു വ്യക്തി എന്നാണ്. വൺ ഹു ഹാഡ് എ ഡെഡ്ലി wound, but the deadly wound has been healed. മരണകരമായ മുറിവുള്ള വ്യക്തി, പക്ഷെ ആ മരണകരമായ മുറിവ് എന്ത് ചെയ്തു? പുറത്തു. ജീസസ് ഈസ് നൗ ഇൻ ഹെവൻ ഇൻ ഹിസ് ഗ്ലോറിഫൈഡ് ബോഡി. ക്രിസ്തു ഇപ്പോൾ സ്വർഗത്തിലാകുന്നു അവന്റെ മഹത്വം ഭവിച്ച ശരീരത്തിൽ. Is that body then a scarred body? അപ്പോൾ ആ ശരീരം മുറിവുള്ള ശരീരമാണോ? യെസ്, അതെ. It is a body that contains the scars of the battle. ഈ ശരീരത്തിൽ പിശാചുമായിട്ടുള്ള യുദ്ധത്തിന്റെ പാടുകൾ ഉള്ളതാണ്. In fact, there were 7 different places where he was wounded for us. യഥാർത്ഥത്തിൽ അവന് 7 അടുത്ത് അവന് മുറിപ്പാടുകളുണ്ട്. എവിടൊക്കെയാണ്? അവൻ്റെ കയ്യിൽ, അവൻ്റെ പാദത്തിൽ, അവൻ്റെ പിരിയത്തിൽ, അതേപോലെ ചമ്മട്ടി വാളടിച്ച അവൻ്റെ പിന്നിൽ, അതേപോലെ കുന്തം വെച്ച് കുത്തിയ തൻ്റെ വിലാപ്പുറത്ത്, അതേപോലെ മുള്ളാണികളാൽ മുറിവപ്പെട്ട തൻ്റെ മുഖത്ത്, അല്ലെങ്കിൽ ചമ്മട്ടി, അതേപോലെ ക്രൂരമുഷ്ടി കൊണ്ട് അടിയിട്ട് അവൻ്റെ മുഖത്ത്, അതേപോലെ തകർന്ന ഒരു ഹൃദയം. 7 places, 7 സ്ഥലങ്ങൾ, denoting the fullness of agony, the piercing pain, the extremity of his suffering on behalf of the guilty man. 7 അടുത്തുള്ള മുറിവുകൾ എന്തിനെ സൂചിപ്പിക്കുന്നു? അവൻ്റെ വേദനയുടെ പരിപൂർണത, കുത്തിത്തുളയ്ക്കുന്ന വേദന, അവൻ്റെ ദുഃഖത്തിൻ്റെ കാഠിന്യം. അത് ആർക്ക് വേണ്ടി? നമ്മൾ ഓരോ വ്യക്തികൾക്കും വേണ്ടി സഹിച്ചതിൻ്റെ അടയാളങ്ങളാണ് ഇതെല്ലാം. അവൻ്റെ മഹത്വീകരിച്ച ശരീരത്തിലും ഈ അടയാളങ്ങൾ അവൻ നിത്യതയോളം കൊണ്ടു നടക്കും. അവൻ്റെ വിശുദ്ധിയുള്ള ദൈവത്തിൻ്റെ ശരീരത്തിൽ മനുഷ്യരാശിയുടെ പാപം മൂലം ഉള്ള അടയാളങ്ങൾ. ഇതിൻ്റെ ആഴം എന്ന് പറയുന്നത് വളരെ അധികമാണ്. കാരണം നമ്മൾ ചിലപ്പോൾ ഒരു വിവാഹം കഴിഞ്ഞ സാധാരണ മിക്ക വിശ്വാസങ്ങളിലും സ്ത്രീകൾ എന്ത് ചെയ്യും? താലിയിടും. ആണുങ്ങൾ എന്ത് ചെയ്യും? വിവാഹ മോതിരം ഇടും. ഈ മോതിരം കാണുന്ന കാരണം എന്താണ്? അത് അവരുടെ സ്നേഹത്തിൻ്റെ, അവരുടെ വിവാഹം കഴിഞ്ഞതിൻ്റെ അടയാളമാണ്. അല്ലെങ്കിൽ ഭർത്താവിനെ അവരെ ചോദിച്ചാൽ ഭർത്താവിൻ്റെ കൂടെ ഉള്ള പോലെ, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ അടയാളമാകും. പക്ഷേ ഇത് ക്രിസ്തു തൻ്റെ ശരീരത്തിൽ വഹിക്കുന്നത് തൻ്റെ ഈ മനുഷ്യരാശിയോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാകുന്നു. അവൻ അതെൻ്റെ ശരീരത്തിൽ എന്നും വഹിക്കും. ടെസ്റ്റിമോണീസ് എന്ന പുസ്തകത്തിൻ്റെ വോളിയം 4 395 പുറം
ഇത് ആഴമേറിയതാണ്. The work of the minister is but commenced when the truth is open to the understanding of the people. The Christ is our mediator and officiating high priest in the presence of the Father. ഓരോ ദൈവ ശുശ്രൂഷകന്റെ, ഓരോ സുവിശേഷകന്റെയും ദൗത്യം ആരംഭിക്കുന്നത് സത്യം ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തുറന്നു കാട്ടുമ്പോഴാണ്. എന്താണ് സത്യം? ക്രിസ്തു ആണ് നമ്മുടെ മധ്യസ്ഥനും നമുക്ക് വേണ്ടി വാദിക്കുന്ന മഹാപുരോഹിതനും പിതാവിന്റെ സാന്നിധ്യത്തിൽ. ഇതാകണം ഓരോ മിനിസ്റ്റേഴ്സും ഓരോ പാസ്റ്റേഴ്സും ഓരോ സുവിശേഷകരും ഓരോ ദൈവവേലക്കാരും സംസാരിക്കേണ്ടത്. ഇനി ഇതാണോ നമ്മുടെ പുൽപ്പിറ്റിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്നത്? ഒഫീസിയേറ്റിംഗ് ഹൈ പ്രീസ്റ്റ്, മഹാപുരോഹിതനെ. അപ്പോൾ എന്തും കൂടി പ്രസംഗിക്കണം? സമാഗമന കൂടാരത്തോട്. He was shown to John as a lamb that had been slain. അവന് യോഹന്നാൻ അവനെ തന്നെ ക്രിസ്തുവിനെ അവനെ കാണിച്ചിട്ടുണ്ടാകുന്നു അറുക്കപ്പെട്ട കുഞ്ഞാടായിട്ടാണ്. ആസ് ഇൻ ദ വെരി ആക്ട് ഓഫ് pouring out his blood in the sinner's behalf. അങ്ങനെ യോഹന്നാൻ ക്രിസ്തുവിനെ കാണുന്ന സമയത്ത്, അറുക്കപ്പെട്ട കുഞ്ഞാട് പോലെ ക്രിസ്തുവിനെ കാണുന്ന സമയത്ത് എന്താണ് ചൂണ്ടിക്കാണിക്കുന്നത്? അവൻ ഓരോ പാപികൾക്കും വേണ്ടി തന്റെ ജീവൻ കൊടുത്തതാണ്. അവന് ഓരോ നിമിഷം അറുക്കപ്പെട്ട കുഞ്ഞാട് പോലെ കാണുമ്പോൾ അതാകുന്നു ഓരോ വ്യക്തികളും കാണേണ്ടത്. അതാണ് ഓരോ വ്യക്തികളും കാണുന്നത്. യോഹന്നാൻ അതാകുന്നു കണ്ടത്. When the law of God is set before the sinner, ദൈവത്തിന്റെ നിയമം നമ്മുടെ മുമ്പിൽ വയ്ക്കുമ്പോൾ, showing him the depth of his sin, അവന്റെ പാപത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ, അവന്റെ പാപത്തിന്റെ ആഴത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ, he should be then pointed to the lamb of God that taketh away sin of the world. ആ 10 കൽപ്പന ഇന്ന് നമ്മുടെ പുൽപ്പേറ്റിൽ പ്രസംഗിക്കേണ്ടതാകുന്നു. 10 കൽപ്പനകൾ, അതിന്റെ പരിപൂർണത, അതിന്റെ ആത്മാവ്. അത് കാണുമ്പോൾ ജനത്തിന് പാപം മനസ്സിലാവും. അവരുടെ ജീവിതത്തിൽ പാപമുണ്ട്, അതിന്റെ ആഴം മനസ്സിലാവും. ഇന്ന് നമ്മുടെ പാപങ്ങൾ നമുക്ക് കാണാൻ സാധിക്കാത്ത നമ്മൾ ഇന്ന് 10 കൽപ്പനയിലേക്ക് നമ്മൾ നോക്കുന്നില്ല. അത് നമ്മുടെ മുഖത്ത് വയ്ക്കുന്നില്ല. പാപം ചെയ്യാതിരിക്കാൻ സംഗീതക്കാരൻ ദാവീദ് പറയുന്ന പോലെ ഹൃദയത്തിൽ വയ്ക്കുന്നില്ല. അങ്ങനെ വയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പാപികളാണെന്ന് മനസ്സിലാവും. നമുക്ക് രക്ഷകനെ വേണമെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ രക്ഷകനെ വേണമ്പോൾ നമ്മൾ ഈ ക്രിസ്തുവിലേക്ക് നമ്മൾ നോക്കണം. യോഹന്നാൻ പറഞ്ഞ പോലെ ലോകത്തിന്റെ പാപം ചുമക്കുന്ന കുഞ്ഞാട്. അത് നമുക്ക് എവിടെ കാണാം? വെളിപ്പാട് 5 ദൈവത്തിന് മുമ്പാകെ 24 മൂപ്പന്മാരുടെ മുമ്പാകെ 4 ജീവികളുടെ മധ്യേ നിൽക്കുന്ന അറുക്കപ്പെട്ട കുഞ്ഞാട്. He should be taught the repentance towards God and faith towards the Lord Jesus Christ. ഇന്ന് നമ്മുടെ സഭയിൽ നമ്മുടെ വിശ്വാസികളെ പഠിപ്പിക്കേണ്ടത് ഈ 2 കാര്യങ്ങൾ. ദൈവത്തോടുള്ള അനുതാപം, ശരിയായ അനുതാപം. ഇന്ന് പലർക്കും അനുതാപമുണ്ട്, പക്ഷെ ശരി അനുതാപമല്ല. അനുതാപത്തെക്കുറിച്ച് ഈ ചാനലിൽ നിങ്ങൾ ഒന്ന് നോക്കുകയാണെങ്കിൽ ട്രൂ റിപ്പൻറ്റൻസ് പറഞ്ഞാൽ ഞാനൊരു മെസ്സേജ് നൽകിയിട്ടുണ്ട്. ആ മെസ്സേജ് നിങ്ങൾ കേൾക്കണം. നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ എന്താകുന്നു ശരിയായ അനുതാപം? വേദപുസ്തകം നമ്മൾ പരിശോധിച്ചാണ് ശരിയായ അനുതാപം എന്താകുന്നു. ഇപ്പോൾ ഈ ക്ലാസ്സിൽ കിടക്കാൻ നമുക്ക് സമയമില്ല, പക്ഷെ നിങ്ങൾക്കത് പ്ലേലിസ്റ്റിൽ നിങ്ങൾ യൂട്യൂബ് ചാനലായാലും അതേപോലെ നിങ്ങൾ ഫേസ്ബുക്കിലായാലും നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നതാണ്. ശരിയായ അനുതാപം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ നിങ്ങൾക്കത് പഠിക്കാം. അപ്പോൾ ഇവിടെ ജനത്തെ പഠിപ്പിക്കേണ്ടത് ദൈവത്തോട് ശരിയായ അനുദപിക്കുന്നതും അതേപോലെ ക്രിസ്തുവിനോട് വിശ്വാസമാണ്. എന്ത്? എനിക്ക് പകരമായി ക്രിസ്തു മരിച്ചു. ആ മരണം എന്നെ പാപത്തിൽ നിന്നും കൂടി എന്നെ വിടുവിപ്പാൻ മതിയായതാകുന്നു. Thus will the labor of Christ representative be in harmony with the work in heavenly sanctuary. അപ്പോൾ ക്രിസ്തുവിൻ്റെ പ്രതിനിധികളായി ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ വേല സ്വർഗത്തിൽ ഉള്ള അവൻ്റെ വേലയുമായിട്ട് അനുരഞ്ജനപ്പെടും, അതിനനുരൂപം ആകും. ഇന്ന് നമ്മൾ പലരും വേല ചെയ്യുന്നത് സ്വർഗത്തിലുള്ള സ്വർഗീയ മന്ദിരത്തിൽ നടക്കുന്ന വേലയ്ക്ക് അനുരൂപമായിക്കൊണ്ടല്ല. ഇന്ന് ഈ ദൂത് കേൾക്കുന്ന ഒരു സുവിശേഷനാണെങ്കിൽ, ഒരു പാസ്റ്റർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വിധേന ഒരു സഭയെ നയിക്കുന്നതാണെങ്കിൽ, വിശ്വാസം നയിക്കുകയാണെങ്കിൽ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണെങ്കിൽ ഈ ദൂത് നിങ്ങൾക്കുള്ളതാണ്. ടെസ്റ്റിമോണീസ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ വ്യക്തമാക്കുന്നു നമ്മുടെ ദൗത്യം സ്വർഗത്തിലുള്ള അവൻ്റെ ശുശ്രൂഷയ്ക്ക് അനുരൂപമാണ്. ആ ശുശ്രൂഷ ഇന്ന് അവസാനിക്കാൻ പോകുന്നു. ആ ശുശ്രൂഷ അവസാനിക്കാൻ പോകുന്നു എന്ന് ഇന്ന് എത്ര സുവിശേഷകർ, എത്ര പാസ്റ്റേഴ്സ്, എത്ര ഇവാഞ്ചലിസ്റ്റ്, എത്ര പ്രസംഗിക്കുന്ന വ്യക്തി, ഞാൻ ഉൾപ്പെടെ നമ്മൾ ഈ സത്യം വ്യക്തികളോട് പറയാറുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്,
ഗോസ്പൽ വർക്കേഴ്സ് എന്ന പുസ്തകത്തിലെ 315 പുറത്തിൽ ഇപ്രകാരം പറയുന്നു: ഇൻ ഓർഡർ ടു ബി റൈറ്റ്ലി അണ്ടർസ്റ്റുഡ് ആൻഡ് അപ്രീഷിയേറ്റഡ് എവരി ട്രൂത്ത് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ് ഫ്രം ജെനസിസ് ടു റെവലേഷൻ മസ്റ്റ് ബി സ്റ്റഡീഡ് ഇൻ ദ ലൈറ്റ് ദാറ്റ് സ്ട്രീം ഫ്രം ദി ക്രോസ് ഓഫ് കാൽവറി. മതിയായതാണിത്. ഞാൻ മലയാളത്തിൽ പറയാം. തിരുവചനത്തിലെ എല്ലാ സത്യങ്ങളും അതിൽ നമ്മൾ ആനന്ദം കണ്ടെത്തുവാൻ, അതിന്റെ മൂല്യം മനസ്സിലാക്കാൻ, അത് യഥാവിധേനെ മനസ്സിലാക്കുവാൻ, റൈറ്റ്ലി അണ്ടർസ്റ്റുഡ്, ഞാൻ അത് വീണ്ടും വീണ്ടും ഊന്നി പറയുന്നു, റൈറ്റ്ലി അണ്ടർസ്റ്റുഡ്, യഥാവിധേനെ മനസ്സിലാക്കുവാൻ. എവിടെ മുതൽ? ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ. അത് ഏതിനെ വെളിച്ചത്തിൽ പഠിക്കണം? കാൽവറിയിലുള്ള ക്രൂശിന്റെ വെളിച്ചത്തിൽ പഠിക്കണം. അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് വെളിപ്പാട്. നമ്മൾ മൃഗത്തെക്കുറിച്ച് ചിന്തിക്കും, ചെറിയ കൊമ്പിനെ കുറിച്ച് ചിന്തിക്കും, 7 മുദ്രയെ കുറിച്ച് ചിന്തിക്കും. പക്ഷെ ക്രൂശ് എവിടെ? കാൽവറി എവിടെ? ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഉള്ള സകല സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, അതിന്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ, ടു റൈറ്റ്ലി അണ്ടർസ്റ്റാൻഡ്, ഇത് നമ്മൾ പഠിക്കേണ്ടത് ക്രൂശിന്റെ വെളിച്ചത്തിലാണ്. ഇന്ന് ആ വെളിച്ചം നമുക്ക് പലപ്പോഴും നഷ്ടപ്പെടും. നമ്മൾ ക്രിസ്തുവിനെയാണ് കാണുന്നത്. ആ ക്രിസ്തു അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് പറയുന്ന ദൂത് അനേകമാണ്. അവിടെ ഇത്രത്തോളം കോട്ട്സ് ഞാൻ എടുത്ത് വായിക്കുന്നത്. ബൈബിൾ എക്കോ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു. ഇതെല്ലാം നമ്മുടെ അഡ്വന്റിസ്റ്റ് പയനിയേഴ്സ് എഴുതിയ പുസ്തകമാണ്. ഇപ്പോൾ ചിന്തിക്കും, ഞാൻ ഈ ബുക്കുകളുടെ ഒന്നും ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല. ഇതൊക്കെ പയനിയേഴ്സ് എഴുതിയ പല പുസ്തകങ്ങളാണ്. നമ്മുടെ അഡ്വന്റിസ്റ്റ് പയനിയേഴ്സിന്റെ കോട്ട്സ് ഒക്കെയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. The bodily pain was only a small part of the agony of the beloved Son of God as he hung upon the cross. ക്രിസ്തു ക്രൂശിൽ കിടന്ന സമയത്ത് അവൻ്റെ ശരീരവേദന എന്ന് പറയുന്നത് അവൻ അനുഭവിച്ച കഷ്ടപ്പാടിൽ വളരെ ചെറിയൊരു പങ്ക് മാത്രമേ ഉള്ളൂ. The sins of the world were upon him, and also the sins of his father's wrath against the sinner. പലപ്പോഴും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ അനുഭവം നമ്മൾ അതിൻ്റെ വേണ്ടുന്ന പ്രാധാന്യം നൽകുന്നില്ല, അതിൻ്റെ മൂല്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. സാധാരണ ഒരു വ്യക്തി കാൽവരിയിൽ കിടന്ന് മരിക്കുന്ന സമയത്ത് കുറഞ്ഞത് 2 ദിവസമെങ്കിലും എടുക്കും. പക്ഷെ കർത്താവ് യേശു ക്രിസ്തു എടുത്തില്ല. അവൻ്റെ ഇരുവശത്തും ഉണ്ടായിരുന്ന 2 കള്ളന്മാർ, അവർക്കത് സംഭവിച്ചു. അവർ മരിച്ചോ? ഇല്ല. അവിടെ എല്ലുകളെ ഒടിച്ചു എന്ന് പറയും. എന്താകുന്നു ക്രിസ്തുവിനെ കൊന്നത്? അവൻ ഗെത്സമന തോട്ടത്തിലായിരുന്ന സമയത്ത് അവൻ പലപ്പോഴും ദൈവം 3 തവണ പ്രാർത്ഥിച്ചു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും നീക്കണം. ക്രിസ്തു ഇപ്രകാരം പ്രാർത്ഥിച്ചത് അവൻ്റെ ശരീരവേദന ഓർത്തിട്ടാണോ? ഒരിക്കലുമല്ല. യഥാർത്ഥ സ്നേഹം കാരണം ഇന്ന് നമ്മൾ ഭൂമിയിൽ മനുഷ്യർ പോലും നമ്മൾ എത്രത്തോളം വേദന അനുഭവിച്ചാൽ നമ്മൾ സ്നേഹിക്കുന്ന നമ്മൾ സന്തോഷത്തിലിരിക്കുവാൻ നമ്മളെ വേദന അനുഭവിക്കാൻ നമ്മൾ തയ്യാറാകുന്നു. പക്ഷെ കർത്താവ് യേശു ക്രിസ്തു ഇവിടെ കഴിയുമെങ്കിൽ പാനപാത്രങ്ങൾ നീക്കണമെന്ന് പറഞ്ഞത് അവൻ്റെ ശരീരവേദന കൊണ്ടല്ല. The sins of the world were upon him. ഈ ലോകത്തിൻ്റെ പാപം അവൻ്റെ മേലുണ്ട്. അതുകൊണ്ട് യോഹന്നാൻ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന കുഞ്ഞാട്. And also the sins of his father's wrath against the sinner. അതേപോലെ മനുഷ്യരാശിയോടുള്ള അവൻ്റെ പാപം മൂലമുള്ള മനുഷ്യരാശിയോടുള്ള അവൻ്റെ വെളിപ്പാട് പ്രവചനം 14-ാം അധ്യായത്തിലെ ത്രിവിധ ദൂതിലെ 3-ാമത്തെ ദൂതിൽ ദൈവം ഒരു താക്കീത് നൽകുന്നുണ്ട്, ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നിങ്ങൾ മൃഗത്തിൻ്റെ മുദ്ര ഏൽക്കാൻ പാടില്ല. നിങ്ങൾ ഏൽക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ കലപ്പില്ലാതെ പകർന്നിരിക്കുന്ന ക്രോധമദ്യം കുടിക്കേണ്ടി വരും. പക്ഷെ നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ആ ക്രോധമദ്യം കുടിക്കേണ്ട ആവശ്യമില്ല. ക്രിസ്തു നമ്മൾ ഓരോ വ്യക്തികൾക്കും വേണ്ടി അത് കാൽവറിയിൽ കുടിച്ചു. അവൻ മരിച്ചത്
രണ്ടാം മരണമായിരുന്നു. നമ്മൾ ഇന്ന് മരിക്കുന്ന ഒന്നാം മരണമാണ്. വേദപുസ്തകത്തിൽ ഒന്നാം മരണം രണ്ടാം മരണം പറയുന്നുണ്ട്. ഒന്ന് താൽക്കാലികമാണ്, രണ്ട് എന്നേക്കുമുള്ളതാണ്. ക്രിസ്തു മരിച്ചത് രണ്ടാം മരണമാണ്. ദൈവത്തിന്റെ ക്രോധം മുഴുവനും അവൻ വഹിച്ചു. As he suffered from the penalty of the law. എന്തുകൊണ്ട്? നമ്മൾ എല്ലാവരും, നമ്മൾ മനുഷ്യരാശി മുഴുവനും ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് എതിരെ പോയി. കൽപ്പന ലംഘനക്കാർ പാപികളാകുന്നു. പാപികൾ മരണശിക്ഷ അനുഭവിക്കണമെന്ന് തിരുവചനം പറയുന്നു. ആ മരണശിക്ഷ ആരുടെ മേൽ വന്നു? കർത്താവായ യേശുക്രിസ്തു. It was this that crushed his divine soul. ഇതാകുന്നു അവൻ്റെ ദിവ്യമായ ഹൃദയത്തെ, അവൻ്റെ ആത്മാവിനെ, മനസ്സിനെ നുറുക്കിയത്. ദൈവത്തിൻ്റെ ക്രോധം നമ്മൾ കുടിക്കേണ്ട ആവശ്യമില്ല, അതായത് കുടിച്ചു ക്രിസ്തു. പക്ഷെ നമ്മൾ ആ ക്രൂശിൻ്റെ സ്നേഹത്തെ നമ്മൾ തള്ളിക്കളയുകയാണെങ്കിൽ, അത് വേണ്ടെന്ന് പറയുകയാണെങ്കിൽ, പിന്നെ ദൈവത്തിനൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തിരുവചനം പറയുന്നത്, ഇത്ര വലിയ രക്ഷയെ നമ്മൾ ഗണ്യമാക്കാതെ പോയാൽ നമുക്ക് നാശത്തിൽ നമുക്ക് എങ്ങനെ തെറ്റി ഒഴിയാൻ സാധിക്കും. അടുത്തതാണ്, it was the hiding of his father's face, a feeling that his own dear father had forsaken him as he drank the cup with the sinner so richly merited, that brought despair to his soul. യെശയ്യാവിന്റെ പ്രവചനം 59 അധ്യായം അവിടെ നമുക്ക് വ്യക്തമാക്കുന്നു, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ ഭുജം കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടില്ല, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ എന്നെയും നിങ്ങളെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ പാപം മൂലം ഉണ്ടാകുന്ന ആ ഭിന്നിപ്പ്, ആ വേർപിരിവ് ക്രിസ്തു ക്രൂശിൽ അനുഭവിച്ചു. അതുകൊണ്ടാണ് ക്രിസ്തു കാൽവരിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചത്, ഏലി ഏലി ലമാ ശബക്താനി, ദൈവമേ ദൈവമേ നീ എന്തിനെന്നെ കൈവിട്ടു. പിതാവും പുത്രനും എന്നും ഒന്നായിരുന്നു. അവരുടെ സ്നേഹം അത്രത്തോളം അല്ലായിരുന്നു. പക്ഷേ നിത്യതയിൽ ആദ്യമായിട്ടും ഒരിക്കലായിട്ടും അവർ തമ്മിൽ വേർപിരിഞ്ഞു. ഇത് ക്രിസ്തുവിന് സഹിക്കാവുന്നതിലപ്പുറമാണ്. നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയായിട്ട് നിങ്ങളൊന്ന് പിരിഞ്ഞിരിക്കുന്ന ഒരു അനുഭവം ഓർത്ത് നോക്കി. ആ വേർപിരിവ് എന്നേക്കുമായിട്ടുള്ള വേർപിരിവാണ് എന്ന് ആലോചിച്ച് നോക്കി. ഇനി അത് ഒരിക്കലും അത് തിരിച്ചു കിട്ടില്ല എന്നുള്ള അവസരത്തിലാകുന്നു എന്നാലോചിച്ച് നോക്കി. ഇതാകുന്നു ക്രിസ്തു. ഇതവൻ്റെ ഹൃദയത്തെ തകർത്തു. ഹി ഡൈഡ് ഓഫ് എ ബ്രോക്കൺ ഹാർട്ട്. നുറുങ്ങിയ ഹൃദയം കൊണ്ടാണ് മരിച്ചത്. സാധാരണ ക്രൂശിൽ മരിക്കേണ്ട സമയമല്ല ക്രിസ്തു മരിക്കാൻ എടുത്തത്. നമ്മൾ പാപം ചെയ്യുമ്പോൾ പാപത്തെ നമ്മൾ വളരെ ലഘുവായിട്ട് കാണും. പക്ഷെ ആ പാപം പിതാവും നമ്മിൽ വേർപിരിക്കും. താഴ്ന്നതാണ്. പിതാവ് നമ്മൾ വേർപിരിക്കും. ക്രിസ്തു ആ വേർപിരിവ് അനുഭവിച്ചു. അവന് താങ്ങാവുന്നതിനപ്പുറമാണ്. നമ്മൾ ലളിതമായിട്ട് കാണുന്നത്, നമുക്കതൊരു പ്രശ്നമല്ല എന്ന് കാണുന്നത്, അത് നമ്മൾ നിസ്സാരമായിട്ട് ചെയ്യുന്നത് ക്രിസ്തുവിൻ്റെ ഹൃദയത്തിന് അതൊരു ഭാരമാണ്. അത് ക്രിസ്തു താങ്ങാം. പക്ഷെ ക്രിസ്തു അത് ഏറ്റെടുത്തു. കഴിയുമെങ്കിൽ പാനപത്രങ്ങൾ നീക്കണമേ, പക്ഷെ എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം. എന്തിനു വേണ്ടി? നമ്മളും പിതാവും ക്രിസ്തുവുമായിട്ട് ഭാവിയിൽ ഒരിക്കലും വേർപിരിയാൻ വേണ്ടി. സ്വർഗം എന്ന് പറയുന്നത് അതാകുന്നു. നിത്യത എന്ന് പറയുന്നത് അതാകുന്നു. നമ്മളും ദൈവമായിട്ട് ഒരിക്കലും വേർപിരിയാതെ എന്നും ഒന്നായിട്ടിരിക്കുക. അതിനെന്ത് വരാൻ പാടില്ല? പാപം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ സ്വർഗത്തെ ആഗ്രഹിക്കുന്നു, പക്ഷെ പാപം നമ്മൾ ചെയ്യുന്നു. എന്തർത്ഥമാണുള്ളത്? എന്തൊരു വിരോധാഭാസം! സ്വർഗം എന്ന് പറയുന്നത് ദൈവമായിട്ട് എന്നും ഒന്നായിട്ടിരിക്കുന്നതാണ്. പക്ഷെ പാപം അതിന് തടസ്സമാണ്. അത് ക്രിസ്തുവിൻ്റെ ഹൃദയത്തെ തകർത്തു.
The separation that sin makes between God and man was fully realized and keenly felt by the innocent, suffering man of the Calvary. പാപം ഉണ്ടാക്കുന്ന ദൈവവും മനുഷ്യനും വേറൊരു, ഇത് എനിക്ക് എത്രത്തോളം പറഞ്ഞിരിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മളിത് ലളിതമായിട്ട് എടുക്കുന്നു, നമ്മൾ ദൈവം തമ്മിലുണ്ടെന്ന് വേർപിരിവ്. പക്ഷെ അത് ക്രിസ്തുവിനെ സഹിക്കാൻ സാധിച്ചില്ല. ക്രിസ്തു പാപത്തെ കാണുന്ന പോലെ നമുക്ക് എന്നാണോ പാപത്തെ കാണാൻ പറ്റുന്നത്, അന്ന് നമ്മൾ പാപത്തിന്മേൽ വിജയം നേടും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ക്രിസ്തു ഈ പാപത്തെ എപ്രകാരം കണ്ടു, അതേപോലെ നമുക്ക് കാണാൻ സാധിക്കുന്ന സമയത്ത് ദൈവത്തെ യഥാർത്ഥ വിധേന നമുക്ക് കാണാൻ പറ്റുന്ന വിധത്തിൽ നമുക്ക് പാപത്തിന്മേൽ വിജയം കാണാൻ സാധിക്കും. അതുവരെ പാപത്തിന് യഥാർത്ഥ മുഖം നമ്മൾ അറിയുന്നവരെ, അതാണ് വെളിപ്പാട് 5 ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. 5 നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പാപം എന്താകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. പാപത്തിന്റെ ദൂഷ്യവശം, അതിന്റെ അനന്തരഫലം, അതിന്റെ ഭീകരതയാകുന്നു നമ്മളോട് കണ്ടത്. ക്രിസ്തുവിനെ കൊന്നത് റോമാക്കാരല്ല, അവനെ ക്രൂശിച്ചത് റോമാക്കാരാണെങ്കിലും ഇന്ന് ഞാനും നിങ്ങളുമാണ് അവന്റെ മരണത്തിന് കാരണം. നമ്മുടെ പാപം ഉണ്ടാക്കുന്ന ദൈവമായിട്ടുള്ള ഭിന്നത, ആ ഭിന്നത ക്രിസ്തുവിന് സഹിക്കാൻ സാധിച്ചില്ല. അത് ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന നിഷ്കളങ്കനായ കർത്താവ് യേശു ക്രിസ്തു അനുഭവിച്ചു. ഹി വാസ് ഒപ്രസ്ഡ് ബൈ ദി പവർ ഓഫ് ഡാർക്ക്നെസ്. അന്ധകാര ശക്തികൾ അവനെ നശിപ്പിച്ചു. ആൻഡ് ഹാഡ് നോട്ട് വൺ റേ ഓഫ് ലൈറ്റ് ടു ബ്രൈറ്റൻ ദ ഫ്യൂച്ചർ. പ്രകാശത്തിന്റെ, ഭാവിയിൽ നിന്ന് പ്രകാശത്തിന്റെ ഒരു കിരണം പോലും അവന്റെ ആ സമയത്ത് അന്ധകാരത്തിന്റെ മനസ്സിലേക്ക് വന്നില്ല. കാരണം ഇനി അവനൊരു ഭാവി ഇല്ല എന്നായിരുന്നു ക്രിസ്തുവിനുണ്ടായിരുന്നു. ക്രിസ്തു തോന്നിയത് ആ പിതാവുമായിട്ട് എന്നെന്നുമായിട്ട് ക്രിസ്തുവിനെ സ്വീകരിക്കാത്തവർക്ക് ഉള്ള ക്രോധമതി എന്ന് പറയുന്നത് ഇതുതന്നെയാണ്. വിശുദ്ധന്മാർ യഹൂദ നഗരത്തിൽ ദൈവവുമായിട്ട് എന്നെന്നും ഒരുമിച്ച് വസിക്കുന്ന സമയത്ത് ആ നഷ്ടമായ ആ ഐക്യത, ആ ഏകത, ആ കമ്മ്യൂണിയൻ, സംസർഗം ദൈവമായിട്ടുള്ള, അതായിരിക്കും നഷ്ടപ്പെട്ട ഓരോ വ്യക്തിയുടെ ഹൃദയത്തിൽ തുളച്ചു കയറുന്നത്. അവരെ വന്ന് കത്തിക്കാൻ പോകുന്ന തീയേക്കാൾ അവരുടെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടമായിട്ട് തോന്നാൻ പോകുന്നത് അത് തന്നെയായിരിക്കും. ഇത് നിങ്ങൾ അനുഭവിക്കേണ്ട ആവശ്യമില്ല ദൈവമക്കളെ. ക്രിസ്തു നമുക്ക് വേണ്ടി അനുഭവിച്ചു. ക്രിസ്തുവിൻ്റെ ക്രൂശ് അത്രത്തോളം വലുതാകും. ഹിസ് മെന്റൽ ആഗ്നി ഓൺ ദി അക്കൗണ്ട് വാസ് സോ ഗ്രേറ്റ് ദാറ്റ് മെൻ ക്യാൻ ഹാവ് ബട്ട് എ ഫെയിന്റ് കോൺസെപ്ഷൻ ഓഫ് ഇറ്റ്. അവൻ്റെ മാനസികമായിട്ടുള്ള സംഘർഷം അത്രത്തോളം അധികമാകുന്നു. അതൊരു മനുഷ്യനും പരിപൂർണ ചിത്രം നൽകാൻ സാധിക്കുകയില്ല. ഒരു അവ്യക്തമായിട്ട് ചിത്രം മാത്രമേ നൽകാൻ സാധിക്കൂ. നമ്മൾ എവിടെ നിർത്തി അവിടെ നാളെ നമ്മൾ ആരംഭിക്കും. ഇത് ക്രിസ്തുവിൻ്റെ അനുഭവം, പിതാവിൻ്റെ അനുഭവം എന്തായിരുന്നു, സ്വർഗത്തിൻ്റെ അനുഭവം എന്തായിരുന്നു. വെളിപ്പാട് 5 നമ്മൾ പഠിക്കുമ്പോൾ പാപം എന്താകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയാണ്, രക്ഷാപദ്ധതി എന്താകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയാണ്, പാപത്തിൻ്റെ ഭീകരത എന്താകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയാണ്. നാളത്തെ ക്ലാസ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. നമുക്കിവിടെ അവസാനിപ്പിക്കാം. നമ്മൾ ഏറ്റവും ലൈറ്റായിട്ട്, ഏറ്റവും ലളിതമായിട്ട്, ഒരു കുഴപ്പമില്ല എന്ന് നമ്മൾ കാണുന്ന പാപം ഒരു ചെറിയ നുണയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ നോക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചിന്തിക്കുന്നതായിരിക്കാം. ക്രിസ്തുവിനെ കൊന്നു. നമ്മൾ ഈ പാപം വീണ്ടും ചെയ്യുന്നതോറും ക്രിസ്തുവിനെ വീണ്ടും നമ്മൾ ക്രൂശിക്കുകയാണ്. ക്രിസ്തു പാപത്തെ എപ്രകാരം കണ്ടു, അതേപോലെ നമുക്ക് എന്ന് കാണാൻ സാധിക്കും, നമുക്കന്ന് പാപത്തിന്മേൽ വിജയം നേടാൻ സാധിക്കും. ക്രിസ്തു അതിനെ കണ്ടത് തൻ്റെ പിതാവുമായി തൻ്റെ സംസർഗത്തെ മുടക്കുന്നതാണ്. കാരണം ക്രിസ്തു പിതാവിനെ അത്രത്തോളം സ്നേഹിച്ചു. അതേപോലെ നമ്മൾ ക്രിസ്തുവിനെ പോലെ ദൈവത്തെ സ്നേഹിക്കുന്ന സമയത്ത് ഒരു കാര്യവും ഞാനും ദൈവവുമായിട്ട് ബന്ധത്തിൽ ഇടവരാൻ, അങ്ങനെയുള്ള വ്യക്തിക്കാണ് യഥാർത്ഥമായ വിശുദ്ധ ശബത്ത് അനുഭവിക്കാൻ സാധിക്കുള്ളൂ. കാരണം വിശുദ്ധ ശബത്ത് അതാകുന്നു. ഇതെല്ലാം നമ്മൾ പഠിക്കും. നമ്മൾ വെളിപ്പാട് അങ്ങോട്ട് പഠിക്കുമ്പോൾ ദൈവം ഈ പഠനം പൂർത്തീകരിക്കാൻ ദൈവം അനുവദിക്കട്ടെ. ഈ സത്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ എത്തിക്കാൻ ദൈവം നമ്മൾ അനുവദിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വസിക്കുന്ന അടികൾ പാവപ്പെട്ട പിതാവേ, ഈ തന്നിരിക്കുന്ന ഈ നിമിഷത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പിതാവെ, അടിയങ്ങൾ വെളിപ്പാട് 5 കൂടി പാപത്തിൻ്റെ ഭീകരതയും അതേസമയം ക്രിസ്തുവിൻ്റെ മഹത്വത്തെ അടിയങ്ങൾ ദർശിക്കുകയാണ്. പിതാവെ, ക്രിസ്തു പാപത്തെ കണ്ടതുപോലെ അടിയങ്ങൾക്ക് കാണുവാൻ,
അതിൻ്റെ പരിപൂർണ്ണ ഭീകരതയോടെ ദൈവമായിട്ടുള്ള യെശയ്യാവ് 59 പറഞ്ഞിരിക്കുന്ന ആ വേർപിരിവ്, അതിൻ്റെ ആഴം മനസ്സിലാക്കിക്കൊണ്ട് അടിങ്ങളുടെ ജീവിതത്തിലുള്ള പാപത്തിന്മേൽ വിജയം നേടുവാൻ എബ്രായർക്ക് ലേഖനം 11 നമ്മുടെ മുറുകെ പറ്റുന്ന സകല പാപം ഉപേക്ഷിച്ച് അടിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ അടിയങ്ങളെ സഹായിക്കണമെന്ന് ഞാൻ പക്ഷേ എല്ലാ കാര്യങ്ങളും സർവശക്തനായ യേശുനാമത്തിൽ തന്നെ. ആമേൻ.